എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പം നമ്മുടെ റോസാ ചെടിയിൽ മുരടിപ്പും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് എങ്ങനെ പെട്ടെന്ന് മാറ്റിയെടുക്കാം എന്നുള്ളത് നല്ലൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം. വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഒരു കുഞ്ഞ് ലൈക്ക് തരാനും മറന്നുമല്ല കേട്ടോ. അപ്പം നമ്മുടെ റോസാ ചെടിയിൽ മുരടിപ്പും പ്രശ്നങ്ങളും ഒക്കെ മാറിയാലേ ആ റോസാ ചെടി നല്ല ഹെൽത്തി ആയിട്ട് വളരുകയും പുതിയ മുട്ടുകളും പുതിയ തളിർപ്പുകളും ഒക്കെ പൂക്കളൊക്കെ ആയിട്ട് വിരിയത്തുള്ളൂ അല്ലേ. അപ്പം ആ മുരടിപ്പ് വന്നാൽ പിന്നെ ആ ചെടി പെട്ടെന്ന് നശിച്ചു പോകുന്നതായിരിക്കും. അപ്പം നമ്മൾ മുരടിപ്പിനുള്ള കാര്യങ്ങൾ അത് ഏത് സമയത്തും വേനൽക്കാലമായാലും മഴക്കാലമായാലും ഒക്കെ നമ്മുടെ റോസാ ചെടിക്ക് മുരടിപ്പും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. അങ്ങനെ കാലാവസ്ഥയൊന്നുമില്ല. അപ്പോൾ അത് വരുന്ന സമയത്ത് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ അത് പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള നാച്ചുറലായിട്ടുള്ള സാധനങ്ങൾ ഒരുപാടുണ്ട് ഇതുപോലെ മുരടിപ്പും പ്രശ്നത്തിനുമൊക്കെ ആയിട്ട് ചെയ്തു കൊടുക്കാനായിട്ട്. പിന്നെ നമ്മൾ എക്സോഡസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എക്സോഡസ് 15 ദിവസം കൂടുമ്പോൾ ഒരിക്കൽ ചെയ്തു കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ നമ്മുടെ വീട്ടിൽ ബാക്കി വരുന്ന പല സാധനങ്ങൾ ഉപയോഗിച്ചും നമുക്ക് ഇതുപോലെ മുരടിപ്പും പ്രശ്നങ്ങളും ചെയ്തു കൊടുക്കാനായിട്ട് പറ്റും. മഞ്ഞൾപ്പൊടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, വെളുത്തുള്ളി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, അതുപോലെ തന്നെ വേപ്പെണ്ണ മുരടിപ്പും പ്രശ്നത്തിനും വളരെ നല്ലതാണ്. അപ്പം നമ്മൾ പല രീതിയിലും പല കാര്യങ്ങളും ഒക്കെ നമ്മൾ ഇതുപോലെ ചെടികളുടെ മുരടിപ്പും പ്രശ്നങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഒരുപാട് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പം നിങ്ങളതൊക്കെ ഒന്ന് കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ട് അതുപോലെയൊക്കെ ഒന്ന് ചെയ്തു കൊടുക്കാൻ മറക്കല്ല കേട്ടോ. പിന്നെ നമ്മുടെ റോസയിലെ പൂക്കൾ ഒന്ന് കരിയാറായി വരുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ പുതിയ തളിർപ്പുകൾ അവിടെ വന്നു ചേരും. എപ്പോഴും പൂക്കൾ കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു അടിവളം കൂടെ കൊടുക്കേണ്ട അത്യാവശ്യമാണ്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ അടുത്ത ദിവസമായിട്ട് വരുന്നുണ്ട്. അപ്പം നമ്മൾ പൂക്കൾ നല്ലതായിട്ട് തിങ്ങി നിറഞ്ഞ് തിങ്ങി നിറഞ്ഞ് പൂക്കൾ വരാനായിട്ടുള്ളൊരു ടിപ്സും കൂടെ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത ദിവസത്തെ നല്ലൊരു വീഡിയോ ആണ്, അതും കാണണം കേട്ടോ. ഏതൊരു ചെടിക്കാണെങ്കിലും നല്ലവണ്ണം പൂക്കൾ ഉണ്ടാകണമെങ്കിൽ നമ്മൾ കറക്റ്റ് രീതിയിലുള്ള വളപ്രയോഗം ചെയ്ത് കൊടുത്തേ മതിയാവത്തുള്ളൂ. പ്രത്യേകിച്ച് നമ്മുടെ ബഡ് റോസകൾക്കൊക്കെ പെട്ടെന്ന് മുരടിപ്പ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ മുരടിപ്പ് വരുന്ന സമയത്ത് നമ്മൾ പല കാര്യങ്ങളും കറക്റ്റ് രീതിയിൽ ചെയ്തു പോകണം. 15 ദിവസം കൂടുമ്പോൾ ഒരിക്കൽ നമ്മൾ ഫെർട്ടിലൈസർ കൊടുത്തെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ കരിഞ്ഞ പൂക്കളൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുകയും വേണം. പിന്നെ നമ്മുടെ വീട്ടിൽ ബാക്കി വരുന്ന കാൽസ്യത്തിൻ്റെ ടാബ്ലറ്റൊക്കെ പഴകിയ ടാബ്ലറ്റൊക്കെ കാണും. നമ്മൾ കഴിക്കാതെ ബാക്കി വെച്ചിരുന്ന ടാബ്ലറ്റ് ഉണ്ടെങ്കിൽ ഇത് നമ്മുടെ ചെടികൾക്ക് മുരടിപ്പിന് കൊടുക്കാൻ നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പം നമ്മൾ 1-2 ഗുളിക എടുത്താൽ മാത്രം മതി, ഒരുപാട് ടാബ്ലറ്റ് ഒന്നും വേണ്ട. നമുക്ക് മിക്കവരുടെയും വീട്ടിൽ ഇങ്ങനെ ഒരു സ്ട്രിപ്പെങ്കിലും ഇങ്ങനെ ടാബ്ലറ്റ് ഇങ്ങനെ ബാക്കി വന്നിരിക്കും അല്ലേ. അപ്പം ഒരു 2 ടാബ്ലറ്റ് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ 2-3 എടുത്താലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഒരു 3 എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനെ തന്നെ ഒരിക്കലും കൊടുക്കരുത്, നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. നമുക്കൊരു പേപ്പറിൻ്റെ പുറത്ത് വെച്ച് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും കേട്ടോ. ഇത് നമ്മുടെ ഏത് ചെടികളുടെയും മുരടിപ്പ് മാറാനും അതുപോലെ തന്നെ ഇൻഡോർ പ്ലാന്റ്സിനും ഇത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ വളരെ നല്ലതാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ റോസാ ചെടി ഏത് ചെടികൾക്കാണെങ്കിലും ഇത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ വളരെ നന്നായിരിക്കും. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മളൊരു 3 ഗുളിക എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് പൊടിച്ചു. എന്നിട്ട് അതിനകത്തോട്ട് 1 ലിറ്റർ വെള്ളം കൂടെ നമ്മൾ കറക്റ്റ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അവിടെ കുറച്ച് നേരം വെക്കണം. കാരണം ഈ ഗുളികയുടെ ആ പൊടിയൊന്ന് നന്നായിട്ട് നമ്മുടെ വെള്ളത്തിലോട്ട് നന്നായിട്ടൊന്ന് അലിഞ്ഞു ചേരണം. അതും വരെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ. എന്നാൽ മാത്രമേ അത് നന്നായിട്ട് അലിഞ്ഞു ചേരത്തുള്ളൂ. ആ ഗുളികയുടെ ആ ഒരു ഇതെല്ലാം വെള്ളത്തിലേക്ക് അലിഞ്ഞു ചേർന്നാൽ മാത്രമേ ഇവിടെ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതെന്തായാലും നന്നായിട്ടൊന്ന് വെള്ളത്തിൽ അലിഞ്ഞിട്ടുണ്ട്. കുറച്ച് ഭാഗം അലിയാനുണ്ട്, അത് പ്രശ്നമില്ല. എന്നാലും അത്യാവശ്യം എല്ലാം നന്നായിട്ടൊന്ന് യോജിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കറക്റ്റ് 1 ലിറ്റർ വെള്ളമാണ്. ഞാൻ 1 കപ്പ് വെള്ളം എടുത്തുള്ളായിരുന്നു. അപ്പോൾ 1 ലിറ്ററിന് കുറച്ചും കൂടെ വെള്ളം വേണമായിരുന്നു. അപ്പോൾ ഞാൻ അതും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. എന്നിട്ട് നമ്മൾ സ്പ്രേയറിനകത്താക്കിയിട്ട് ഇതുപോലെ നമ്മുടെ ചെടികളുടെ മുകളിലോട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം. നല്ലൊരു റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പം മുരടിപ്പ് വന്നില്ല എന്നുണ്ടെങ്കിൽ മുരടിപ്പില്ലാത്ത ചെടികൾക്ക് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം, പ്രശ്നമൊന്നുമില്ല. മുരടിപ്പുള്ള ചെടികളാണെങ്കിൽ റോസയൊക്കെ ആണെങ്കിൽ ആഴ്ചയിൽ 2-3 പ്രാവശ്യം ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം നല്ലൊരു റിസൾട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ചെയ്ത് നോക്കാൻ മറക്കല്ല കേട്ടോ. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ വൈകുന്നേരങ്ങളിൽ ചെയ്ത് കൊടുക്കുക.
അപ്പം നമ്മുടെ റോസയിലൊക്കെ നല്ല പൂക്കളൊക്കെ വരുന്നുണ്ട്, മുട്ടുകളും വരുന്നുണ്ട്. അപ്പം നമ്മൾ കറക്റ്റ് രീതിയിലുള്ള വളപ്രയോഗങ്ങളും മുരടിപ്പും പ്രശ്നത്തിലുള്ളതൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയൊക്കെ കറക്റ്റ് രീതിയിൽ ചെയ്ത് കൊടുക്കുന്നതിനാണ് നമ്മുടെ റോസ് നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്നത്. നാടൻ ബഡ് റോസ് നമ്മുടെ കാലാവസ്ഥയ്ക്ക് പിടിക്കും, പക്ഷേ ബാംഗ്ലൂർ ബഡ് റോസ് പിടിക്കാൻ കുറച്ച് പാടാണ്. പക്ഷെ നമ്മൾ അത് നന്നായിട്ട് പിടിച്ചു വരും, നമ്മുടെ വീട്ടിൽ നന്നായിട്ട് പിടിക്കുന്നുണ്ട്. നമ്മൾ ആ കറക്റ്റ് ഇതിൽ ചെയ്തു പോകുന്നതുകൊണ്ടാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നത്. അപ്പം എൻ്റെ വീഡിയോസ് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക, അതുപോലെ ചെയ്ത് നോക്കാൻ മറക്കല്ല കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമേ.